സിനിമാ താരങ്ങൾക്കിടയിലെ വ്യക്തിവൈരാഗ്യവും തമ്മിൽ തല്ലും പോലീസ് സ്റ്റേഷനിൽ വരെ എത്തി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലെ സംഭവം നടൻ ടിനി ടോമിനെതിരെ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിൽ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയാണ്. തനിക്കെതിരെ ടിനി വർഗീയ പരാമർശം നടത്തുന്നുവെന്നാണ് അൻസിബയുടെ പരാതി. സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം തൃക്കാക്കര ACP അൻസിബയുടെ മൊഴിയെടുത്തിരുന്നു. അന്നും ടിനിക്കെതിരെ രൂക്ഷമായ ആരോപണമാണ് അൻസിബ ഉന്നയിച്ചത്. നടി ലക്ഷ്മിപ്രിയയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അമ്മ വീട്ടിലെ തമ്മിൽ തല്ല് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, എന്തായാലും തുടർച്ചയായി പരാതികൾ ആദ്യം ഒരു SIക്കും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെയായിരുന്നു. ഇപ്പോൾ ടിനി ടോമിനെതിരെയും അൻസിബ പരാതി നൽകിയിരിക്കുന്നു. കൂടുതൽ നടപടികൾ എങ്ങനെയാണ്? ടോം, നേരത്തെ തന്നെ അൻസിബ ടിനി ടോമിനെതിരെ സംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നു. പക്ഷെ ആ പരാതി വേണ്ട വിധത്തിൽ സംഘടന സ്വീകരിച്ചില്ല എന്നൊരു ആരോപണം കൂടി അൻസിബ ഉയർത്തുന്നുണ്ടായിരുന്നു. അൻസിബ മുന്നോട്ട് വെച്ചത് ഈ തന്റെ പരാതി കേൾക്കേണ്ടത് 3 പേരടങ്ങുന്ന സംഘമാണ്. പക്ഷെ അവർ ഈ പരാതി കേൾക്കാൻ തയ്യാറാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം സംഘടനയിൽ ഇല്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞതോടെയാണ് പോലീസിന് പരാതി നൽകുവാനായി അൻസിബ രംഗത്തെത്തിയത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇൻഫോ പാർക്ക് പോലീസിന് മെയിൽ മുഖേന അൻസിബ പരാതി കൈമാറിയിരിക്കുന്നത്. എന്നാലും ഇനി പോലീസിന്റെ അടുത്ത നടപടി അൻസിബയുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തും. അതിനുശേഷമായിരിക്കും കേസിൽ FIR ഇടണോ എന്നതിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുക. ടിനി ടോമിനെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിക്കും. ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊരു കാര്യമാണ് പോലീസും മുന്നിലേക്ക് വെക്കുന്നത്. ഈ പരാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അൻസിബയ്ക്കെതിരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ ടിനി ടോം നടത്തി, അല്ലെങ്കിൽ ടിനി ടോം മറ്റുള്ളവരോട് അൻസിബയെ കുറിച്ച് ഇത്തരത്തിൽ മോശം കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെയാണ് ഈ പരാതിയിലൊക്കെ ഉള്ളത്. നമുക്ക് നേരത്തെ അറിയാം, സംഘടനയ്ക്കുള്ളിൽ തീർക്കേണ്ട പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ. നമുക്കറിയാം, സാധാരണ ഇത്തരം ചില സംഘടനകളിലും കൂട്ടായ്മകളിലൊക്കെ ഗോസിപ്പ് പറച്ചിലും അല്ലെങ്കിൽ വെറുതെയുള്ള ആരോപണങ്ങളൊക്കെ ഒരു പതിവായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ കൃത്യമായ തെളിവുണ്ടോ? ടിനി ടോം ഇങ്ങനെ ഒരു വർഗീയ പരാമർശവും അശ്ലീല പരാമർശവും ഒക്കെ മറ്റ് ചില ഗോസിപ്പുകളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനുള്ള തെളിവുണ്ടോ അൻസിബയുടെ കൈവശം? പോലീസ് നൽകിയ പരാതിയിൽ തെളിവുകളടക്കം സമർപ്പിച്ചിട്ടുണ്ടോ? അൻസിബ നിലവിൽ തെളിവുകൾ കൈമാറിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. കാരണം ഇത് അൻസിബയുമായും അല്ലെങ്കിൽ ടിനി ടോമുമായിട്ടും ഇവരുമായി ചേർന്ന് നിൽക്കുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ ഈ വാക്കാൽ പറഞ്ഞതാണ് അൻസിബ കേട്ടറിഞ്ഞതാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലൊക്കെ എത്രമാത്രം തെളിവുകൾ അൻസിബയ്ക്ക് പോലീസിന് മുന്നിൽ നൽകാൻ കഴിയുമെന്നത് അറിയില്ല. എന്തായാലും മൊഴിയെടുക്കുന്ന സാഹചര്യത്തിൽ, അതായത് മൊഴി രേഖപ്പെടുത്താൻ അൻസിബ വരുമ്പോൾ അൻസിബയിൽ നിന്ന് തന്നെ നേരിട്ട് അത് ചോദിക്കേണ്ടി വരും. തക്കതായിട്ടുള്ള തെളിവുകൾ പോലീസിന് മുന്നിൽ ഹാജരാക്കിയോ എന്നതൊക്കെ അറിയേണ്ടി വരും. എന്തായാലും അൻസിബ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. തന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് അൻസിബ പറയുന്നത്. പക്ഷെ ഇത് കേൾവിയാണ്. ടിനി ടോം മറ്റുള്ളവരോട് പറഞ്ഞതാണ്, ടിനി ടോമിനോട് മറ്റുള്ളവർ പറഞ്ഞതാണ്. അങ്ങനെ തരത്തിലുള്ള പരാമർശങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു പരസ്പരം പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളാണ് ഇത്രയും വലിയ ഒരു നിയമ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. എന്തായാലും ടിനി ടോമിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നേരത്തെ ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ പരാതിയിൽ അവരുടെ മൊഴിയെടുത്തിരുന്നു. ഇനി വനിതാ SIയുടെ മൊഴിയെടുക്കണം. അതോടൊപ്പം ടിനി ടോമിനെയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ കേസ് അമ്മയുടെ നേതൃത്വത്തിൽ, അമ്മ സംഘടന നേതൃത്വത്തിൽ തന്നെ ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ? പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഇതിൽ ഇടപെട്ട് ടിനി ടോമിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം FIR ഇടണോ വേണ്ടയോ എന്നതൊക്കെ തീരുമാനിക്കുകയുള്ളൂ. നിലവിൽ അമ്മ സംഘടന ആവശ്യപ്പെട്ടത് പ്രകാരം അൻസിബയോട് എത്താനായി അമ്മ ഈ കമ്മിറ്റിക്ക് മുന്നിൽ എത്താനായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അൻസിബ അവിടെ എത്തിയിരുന്നില്ല. കാരണം അമ്മ സംഘടനയിൽ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് നീതി കിട്ടില്ല എന്നാണ് അൻസിബ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അൻസിബയ്ക്ക് അമ്മയിൽ സംഘടനയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നിയമപരമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. മറ്റൊന്ന്, നേരത്തെ ടോം പറഞ്ഞ പോലെ തന്നെ ഈ ലക്ഷ്മിപ്രിയയ്ക്ക് എതിരായിട്ടുള്ള കേസ്, അതിൽ ഇന്നലെ ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തി. ആ കേസിൽ അൻസിബ നൽകിയ പരാതിയിലെ മറ്റൊരു
മറ്റൊരാൾ എന്ന് പറയുന്നത് SI രേഷ്മയാണ്. രേഷ്മയുടെ മൊഴി രേഖപ്പെടുത്താനായി ACPക്ക് മുന്നിൽ, തൃക്കാക്കര ACPക്ക് മുന്നിൽ എത്താനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ രേഷ്മയുടെ മൊഴിയെടുക്കും. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവരുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. ഈ അൻസിബയെ മാനസികമായി സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചു 3 മണിക്കൂർ സ്റ്റേഷനിലിരുത്തി മാനസിക സമ്മർദ്ദം നൽകിയെന്ന് പറയുന്ന സമയത്ത് അവിടെ മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ അവരുടെയും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്നാലും ടിനി ടോമിനെതിരെയും അൻസിബ ഹസൻ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരു മൊഴിയെടുക്കാനുള്ള മൊഴിയെടുക്കുന്ന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.